നമസ്കാരം. നുണയന്മാരുടെ കൂട്ടമാണ് ക്ലിഫ് ഹൗസിലുള്ളത്. പറഞ്ഞത് അവരെ കുറിച്ച് ആണെന്ന് മനസ്സിലായല്ലോ. അതെ, മുഖ്യമന്ത്രി പിണറായി വിജയനെയും മൂപ്പരുടെ കുടുംബത്തെയും കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. മുഖ്യന്റെ കാര്യം പറയേണ്ട എന്തെല്ലാം നുണകളാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ആ കൈകൾ ശുദ്ധമാണെന്നാണ്. ആരെങ്കിലും വിശ്വസിക്കുമോ? മന്ത്രി കുടുംബം പലതും വെളിപ്പെടുത്താറുമില്ല. എല്ലാം നുണയാണ്, പൊതിഞ്ഞങ്ങടെ വെക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പോലും വെളിപ്പെടുത്തേണ്ട പല കാര്യങ്ങളുമുണ്ട്. പക്ഷെ അതുപോലും വെളിപ്പെടുത്താറില്ല. ഇപ്പോൾ തന്നെ നോക്ക്, മുഖ്യമന്ത്രിയുടെ മകളും പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയുമായ വീണ വിജയൻ ഉപയോഗിക്കുന്ന സർക്കാർ വാഹനത്തിന്റെ വിവരങ്ങൾ പുറത്തുവിടാതിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡിൽ എത്ര വാഹനങ്ങളുണ്ട്, ഓരോ വാഹനവും ആരാണ് ഉപയോഗിക്കുന്നത്, മന്ത്രിയുടെ ആവശ്യങ്ങൾക്കായി വാഹനം വിട്ടു നൽകിയിട്ടുണ്ടോ, കഴിഞ്ഞ 6 മാസത്തെ യാത്രകളുടെ ലോഗ് ബുക്കുകൾ എന്നീ ചോദ്യങ്ങളാണ് എൽദോസ് കുന്നപ്പള്ളി MLA മുഹമ്മദ് റിയാസിനോട് ഉന്നയിച്ചത്. റോഡ് ഫണ്ട് ബോർഡിൽ നിന്ന് എല്ലാ വിശദാംശങ്ങളും അടങ്ങിയ മറുപടി റിയാസിന്റെ ഓഫീസിൽ എത്തിച്ചിരുന്നു. റോഡ് ഫണ്ട് ബോർഡിന്റെ 2 വാഹനങ്ങൾ റിയാസിന്റെ ഓഫീസിലെ ആവശ്യത്തിനും വീണയുടെ യാത്രയ്ക്കുമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിയാസിന്റെ ഓഫീസ് റോഡ് ഫണ്ട് ബോർഡ് നൽകിയ മറുപടി പൂഴ്ത്തുകയായിരുന്നു ചെയ്തത്. പകരം വിവരം ശേഖരിച്ചു വരുന്നു എന്ന മറുപടിയാണ് നിയമസഭയിൽ സമർപ്പിച്ചത്. മുഹമ്മദ് റിയാസിന് എത്ര ഔദ്യോഗിക വാഹനങ്ങൾ അനുവദിച്ചിട്ടുണ്ടെന്ന് ഫെബ്രുവരി 1 അൻവർ സാദത്തിന്റെ ചോദ്യത്തിനും മറുപടിയില്ല. നിയമസഭാ ചോദ്യങ്ങൾക്ക് തലേ ദിവസം വൈകുന്നേരം 5 മണിക്ക് മുമ്പ് മറുപടി നൽകണമെന്നാണ് ചട്ടം. 2 ഔദ്യോഗിക വാഹനങ്ങൾ ഉള്ള സംസ്ഥാനത്തെ ഏക മന്ത്രിയാണ് റിയാസ്. റിയാസിന്റെ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മകളുടെ ആവശ്യത്തിന് ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്ത ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. റിയാസിന്റെ ഓഫീസിലെ ചിലരുടെ മക്കൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നതും തിരിച്ചു വരുന്നതും സർക്കാർ വാഹനത്തിലാണ്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചതോടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ വാഹന ദുരുപയോഗവും വർദ്ധിച്ചു. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ ഇന്നോവ ക്രിസ്റ്റയിലാണ് വീണ വിജയന്റെ സഞ്ചാരം. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് റോഡ് ഫണ്ട് ബോർഡ്. ഭർത്താവ് PA മുഹമ്മദ് റിയാസിന്റെ കീഴിലുള്ള സ്ഥാപനത്തിന്റെ വാഹനം ഭാര്യ വീണ വിജയൻ ഉപയോഗിക്കുന്നു എന്നർത്ഥം. കോടീശ്വരിയാണെങ്കിലും വീണ വിജയന് സ്വന്തമായി വാഹനമില്ല. മുഹമ്മദ് റിയാസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് 2021 സമർപ്പിച്ച സ്വത്ത് സംബന്ധിച്ച വിശദാംശങ്ങളിൽ തനിക്കും ഭാര്യ വീണ വിജയനും സ്വന്തമായി വാഹനമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഔദ്യോഗിക വാഹനങ്ങൾ 2 എണ്ണമുള്ള മന്ത്രിയാണ് PA മുഹമ്മദ് റിയാസ്. തിരുവനന്തപുരത്തും കോഴിക്കോടും മന്ത്രി റിയാസിന് ഔദ്യോഗിക വാഹനങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. മറ്റു മന്ത്രിമാർക്കെല്ലാം ഔദ്യോഗിക വാഹനം 1 എണ്ണം മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. റിയാസിന് പ്രത്യേക പരിഗണന എന്ന് വ്യക്തം. മുഖ്യമന്ത്രിക്ക് ഡൽഹി, കണ്ണൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി 3 ഔദ്യോഗിക വാഹനങ്ങളുണ്ട്. കൂടാതെ സുരക്ഷ എന്ന പേരിൽ 28ഓളം അകമ്പടി വാഹനങ്ങളുമുണ്ട്. പേഴ്സണൽ സ്റ്റാഫിൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മാത്രമാണ് ചട്ടപ്രകാരം ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ അനുവാദമുള്ളത്. ഇന്ധനവില ഉയർന്നതോടെ പേഴ്സണൽ സ്റ്റാഫിൽ ശിപായി മുതൽ സഞ്ചരിക്കുന്നത് സർക്കാർ വാഹനത്തിലാണ്. പേഴ്സണൽ സ്റ്റാഫുകളുടെ മക്കളുടെ സ്കൂളിൽ പോക്കും സർക്കാർ വാഹനത്തിൽ തന്നെ. സർക്കാർ വാഹനങ്ങളുടെ ഇന്ധന ചെലവിനായി 110.49 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയതായിരിക്കുന്നത്. പേഴ്സണൽ സ്റ്റാഫുകളുടെ വാഹന ദുരുപയോഗം വർദ്ധിച്ചതോടെ ഇന്ധന ചെലവിന് അധിക ഫണ്ട് അനുവദിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ധനമന്ത്രി ബാലഗോപാൽ. നന്ദി.